ഷുക്കൂർ എൻ്റെ കൂടെ ടെലിഫോൺ ലൈനുണ്ട്. രാവിലെ പുലർച്ചെ മുതൽ അദ്ദേഹം രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഷുക്കൂർ, എന്താണ് താങ്കൾക്ക് പങ്കുവെക്കാനുള്ള ഒരു ദുരന്ത ചിത്രം എന്ന് വെച്ചാൽ എന്താണ് വയനാട്ടിൽ സംഭവിച്ചത് എന്നൊന്ന് പറയാമോ? സമാനതകളില്ലാത്ത ഒരു ദുരന്ത മുഖത്താണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ദുരന്തം നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. പുത്തുമല ഉരുൾപൊട്ടിയപ്പോൾ അതിൻ്റെയൊക്കെ എത്രയോ 10 മടങ്ങ് ഇരട്ടിയിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇനിയും കണ്ടെത്താനുണ്ട്. ഒരുപാട് പേര് മിസ്സിംഗ് ആണ്. അതിന്റെ ഒരു യഥാർത്ഥ ചിത്രം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ, മുണ്ടക്കൈ ഭാഗത്തേക്ക് അങ്ങോട്ട് രക്ഷാദൗത്യം എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതിനും വല്ലാണ്ട് സാധിച്ചിട്ടില്ല. ആളുകൾ ഒരുപാട് അവിടെയും ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പം ജീവനോട് ഒരുപാട് പേര് ഇനിയും റെസ്ക്യൂ ചെയ്യാനുണ്ട്. അതല്ലാണ്ട് മരണപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് വലിയൊരു പ്രതിസന്ധിയിലാണ് ഉള്ളത്. ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്, അല്ലെങ്കിൽ ജീവനോടെ ആളുകളെ പെട്ടെന്ന് രക്ഷപ്പെടുത്തേണ്ട പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഇനി ഉള്ളത് ചൂരൽമല ടൗണുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഓൾമോസ്റ്റ് മാക്സിമം ജീവനോടുള്ള ആളുകൾ, വീട്ടിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളൊക്കെ നമുക്ക് രക്ഷയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ മുണ്ടക്കൈ ഭാഗത്തേക്ക് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഓക്കെ 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 അല്ല ഷിത, ഈ രക്ഷാപ്രവർത്തനത്തിന് നമ്മൾ എന്തൊക്കെ പുതിയ മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്? എല്ലാ രീതിയിലും ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നേവി സംഘത്തിൻ്റെ സഹായം ഇപ്പോൾ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏഴിമലയിൽ നിന്നുള്ള നാവികസേന സംഘം എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നേവിയുടെ റിവർ ക്രോസിംഗ് ടീമിൻ്റെ സഹായമാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അവർ ഉടൻ തന്നെ വയനാട്ടിലേക്ക് തിരിക്കുമെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇത് അവിടെ എത്തണം, മുണ്ടക്കൈയിൽ എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവിടേക്ക് എത്തണമെങ്കിൽ ഈ സംഘത്തിൻ്റെ സഹായത്തോടു കൂടെ തന്നെ അവിടേക്ക് എത്താം. റിവർ ക്രോസ് ചെയ്യുന്ന സംഘമാണ്, അവർ പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകളാണ്. അവരുടെ സഹായത്തോടു കൂടെ തന്നെ അവിടെ എത്താം, അവിടുത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കാമെന്നുള്ളതാണ് കരുതുന്നത്. അവർ എത്തിയാൽ ഉടൻ തന്നെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് മന്ത്രിമാരുടെ സംഘമാണ്. അവർ കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. മന്ത്രി കെ രാജനും പി എ മുഹമ്മദ് റിയാസും OR കേളുവും എന്നിവരും അവിടേക്ക് വിമാനമാർഗം കോഴിക്കോട്ട് എത്തുകയും അവിടെ നിന്ന് വയനാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി ശശീന്ദ്രൻ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ശശീന്ദ്രൻ അവിടെ ഈ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ചൂരൽമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുകയും ചെയ്യുന്നുണ്ട്. വനംവകുപ്പിന്റെ അടിയന്തര ഓപ്പറേഷൻ സെന്ററുകളും അവിടെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ NDRFന്റെ കൂടുതൽ സംഘം എത്തുന്നുണ്ട്. നേരത്തെ വിലങ്ങാടേക്ക് ഒരു രണ്ട് സംഘത്തെ വിലങ്ങാടുള്ള ഉരുൾപൊട്ടലിൽ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പക്ഷേ ആളപായമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇവിടെയാണ്, ഈ സ്ഥലത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ടീമിനോട് വയനാട്ടിലേക്ക് പോകാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ആർമിയുടെ സംഘം ഇവിടെ നിന്നും കോഴിക്കോട് നിന്നുമുള്ള സൈന്യത്തിൻ്റെ സംഘം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അവർ വലിയ ലോറികളുമായിട്ടാണ് പോയിരിക്കുന്നത്. 50 അംഗ സംഘമാണ് അവിടേക്ക് പോയിരിക്കുന്നത്. എന്തായാലും എല്ലാ രീതിയിലും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനുള്ള നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെല്ലാം തന്നെ ഒരു പ്രതികൂലമായി നിൽക്കുന്നു എന്ന് പറയുന്നത് ആ പാലമില്ല. ഒരു പാലം നിർമ്മിച്ചുകൊണ്ട് അവിടെ എത്തുക എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തകൻ ആയിട്ടുള്ള ശരൺ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ശരൺ, താങ്കൾ എവിടെയാണ്? ഞാനിപ്പോൾ ക്യാമ്പിലാണുള്ളത്. എവിടെയാണ്? ഇത്രയും നേരം അവിടെ മേപ്പാടി ആണുള്ളത്. ഇത്രയും നേരം ചുരുൾമലയായിരുന്നു. നമ്മളാണ് ഫസ്റ്റ് അവിടെ പോയത്. എനിക്കിപ്പോ 2-2:30 കാലമൊക്കെ ആയപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ട് എന്ന് പറയുകയും അപ്പൊ ഇങ്ങനെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്നെ. അപ്പൊ നമുക്കും അറിയാനായിട്ടൊരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളും ഒരുപാട് ആൾക്കാരെ വിളിച്ചപ്പം ഏകദേശം അത് സത്യമാണെന്ന് മനസ്സിലാവുകയും പിന്നെ ഞാൻ ടൗണിൽ പോയി ഒരു സുഹൃത്തിനെയും കൂടെ കൂട്ടി. പിന്നെ അപ്പത്തേനും ഒരുപാട് ജീപ്പുകാർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അതൊരു ടൂറിസം ഏരിയ ആയതുകൊണ്ട് അവിടെ 4x4 ജീപ്പ് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരുപാട് ജീപ്പുകാർ വന്നിരുന്നു. അപ്പൊ അതിലൊരു ജീപ്പിൽ കയറി അങ്ങോട്ട് പോയത്. അപ്പോൾ ശരിക്കും അവിടെ ഒരു 19 പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ചൂരൽമല ടൗണിൽ നമ്മൾ ശരിക്കും ഇത് കണ്ടിട്ടില്ല. ചൂരൽമല ടൗൺ ആണ് ആദ്യം എല്ലാവരും കണ്ടത്. അവിടെ എന്ന് വെച്ചാൽ ഫുള്ള് ചെളി നിറഞ്ഞിരിക്കുകയായിരുന്നു അവിടെ. അപ്പൊ ആ ചെളി നീക്കം ചെയ്യാനായിരുന്നു ആദ്യത്തെ ഒരു ഇത്. കാരണം ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ആ മൊബൈലിന്റെ ഫ്ലാഷും പിന്നെ ഒരൊറ്റ ഒരു ജനറേറ്ററും ഒരു ബൾബും കൂടെ ഉണ്ടായിരുന്നു. വേറെ ഒരു വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ആ ടൗണിൽ ഒരുപാട് ജീപ്പുകളും കാര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിനോട് അടിച്ച് തകർന്നു കിടക്കുന്നതൊക്കെ ആയിട്ടാണ്. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. അതിനുശേഷം പിന്നെ നമ്മൾ ആ ടൗണിൽ വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഈ ഒരു ഇടിയെടുക്കുന്ന പോലത്തെ ഒരു ശബ്ദമൊക്കെ വന്നു. നമ്മൾ അപ്പൊ വീണ്ടും എല്ലാവരെയും പുറകിലേക്ക് ആക്കിയതാണ്. പിന്നെ ആരും ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അങ്ങോട്ട് പോയിട്ടില്ല. കാരണം ഭയങ്കരമായ ഒരു ശബ്ദമായിരുന്നത്. അതായത് പിന്നീടാണ് മനസ്സിലായത് രണ്ടാമത് വീണ്ടും ഉരുൾപൊട്ടിയതാണെന്നുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് വെളിച്ചം വന്നതിന് ശേഷമാണ് നമ്മൾ ശരിക്കും ഈ സ്കൂളിന്റെ അപ്പുറത്തെ സൈഡ്, അതായത് സ്കൂളിന്റെ ഇപ്പുറത്താണ് ടൗണ്, സ്കൂളിന്റെ അപ്പുറത്തെ സൈഡ്, ആ സമയത്താണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. ശരിക്കുള്ള പ്രശ്നം എവിടെയാണെന്ന്
അതെ അതെ, അപ്പോഴാണ് ശരിക്കും എല്ലാവരും മനസ്സിലാക്കുന്നത് എവിടെയായിരുന്നു ശരിക്കും അതിന്റെ ഒരു ആഘാതം എന്താണെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇരുടായതുകൊണ്ട് നമുക്ക് ദൂരക്കാഴ്ചയില്ല. നമുക്ക് ഈ ചെറിയൊരു വെളിച്ചത്തിന്റെ ഒരു പരിധിയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉണ്ടായിരുന്നു. അതായത് ടൗണിൽ നിറച്ചും ചെളി നിറഞ്ഞെടുക്കായിരുന്നു. അത് മാത്രം, അത് നീക്കാനായിരുന്നു നമ്മുടെ ആദ്യത്തെ ശ്രമം. അതായത് JCB വന്നു, ആ ചെളി നീക്കുന്നു. പിന്നീടാണ് സ്കൂളിന്റെ സൈഡിലേക്ക് പോവുകയും അവിടെ ആ മരങ്ങൾ അട്ടി കിടക്കുന്നത് കണ്ടപ്പോഴാണ് ഇതെന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലായത്. പിന്നീട് വെളിച്ചം വന്നപ്പോഴാണ് നമ്മൾ ആ ഫ്ലാഷ് ഒരു മൊബൈൽ ടോർച്ച് അടിച്ചപ്പോഴാണ് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു 5-10 ആൾക്കാർ ഇങ്ങോട്ടേക്ക് മൊബൈലിന്റെ ഫ്ലാഷ് അടിച്ച് അവരവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി. അപ്പം നമ്മൾ വിചാരിച്ചു സേഫ് ആണെന്ന്. പിന്നീട് കുറച്ചും കൂടെ ഒന്ന് വെളിച്ചം വന്നപ്പോഴാണ് ഒരു 4-5 മീറ്റർ ഉണ്ടായിരുന്ന ഒരു തോട് ഒരു 100-200 മീറ്റർ വീതിയിലേക്ക് അവിടെ മാറിയിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു വെളിച്ചം വന്നപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ആ ഒരു സൂര്യപ്രകാശം ചെറുതായി ഒന്ന് അടിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോഴാണ് നമുക്ക് അതിന്റെ ആഘാതം മനസ്സിലാവുന്നത് എന്താണെന്നുള്ളത്. പിന്നീട് പെട്ടെന്ന് തന്നെ NDRFന്റെ ടീം എത്തി. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് നമ്മളവിടെ ഈ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കയറി നിന്ന ഒരാള് താഴത്ത് ഒരു ബോഡി കാണുന്നത്. ആൾ അപ്പൊ തന്നെ ഒരു അപ്സെറ്റ് മൈൻഡ് ആയിപ്പോയി. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ബോഡി താഴെ കാണുകയാണ്. പിന്നീടാണ് അതിനുശേഷമാണ് പിന്നെ വെളിച്ചം വന്നപ്പോൾ 2-3 ബോഡികളായിട്ട് നമ്മൾ നടന്നു വന്ന വഴിയുടെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ രാത്രി ആയതുകൊണ്ട് നമ്മളത് കണ്ടില്ല. പിന്നീട് JCB ട്രാക്ടറുകളൊക്കെ വന്ന് മരങ്ങളൊക്കെ മാറ്റുമ്പോഴാണ് ഓരോ ബോഡികൾ കൂടുതലായിട്ട് കിട്ടുന്നത്.